السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا حي على الصلاة حي على الصلاة حي على الفلاح نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام
كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وما كان لنبي أن يغل ومن يغل يأت بما غل يوم القيامة ثم توفى كل نفس ما كسبت وهم لا يظلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുത്തഖീകളായിക്കൊണ്ടുള്ള ജീവിതത്തിന് വേണ്ടി പരമാവധി പരിശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ഘട്ടത്തിലും നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ നിരന്തരം ഉത്ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ധാരാളം അവരോട് നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സൂക്ഷ്മതയും തഖ്വയും ഭക്തിയുമെല്ലാം. സർവരംഗത്തും സൂക്ഷ്മത പുലർത്താൻ കൽപ്പിക്കപ്പെട്ടവരും നിർദ്ദേശിക്കപ്പെട്ടവരുമാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. നാം ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്തും തനിക്ക് അനുവദനീയമായതാണോ എന്ന് നന്നായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ സൂക്ഷ്മതയുടെ കുറവ് കാരണത്താൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പോലും സ്വീകാര്യയോഗ്യമാകാതെ പോകാനുള്ള സാധ്യതയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ നമ്മെ മുന്നറിയിപ്പ് നടത്തിയത് പലവരും ഈ വേദിയിൽ വെച്ചും പല വേദികളിൽ നിന്നും നാം കേട്ടവരാണ്. ഉത്തരം നൽകപ്പെടാതെ പോകുന്ന പ്രാർത്ഥനകൾക്ക് പലപ്പോഴും നിമിത്തമാകുന്നത് നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മതയില്ലായ്മയാണ്, നമ്മുടെ സമ്പാദ്യത്തിലെ അഴുക്കുകളാണ്, നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും കുടിക്കുന്ന പാനീയത്തിന്റെയും അനുഭവിക്കുന്ന ജീവിത സുഖ സൗകര്യങ്ങളുടെയുമെല്ലാം ഓരോ മേഖലയിലും അതീവ സൂക്ഷ്മത നിലനിൽക്കാൻ വിശ്വാസികൾ വളരെ ജാഗ്രതയുള്ളവരാകണം എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിക്കടി ആവർത്തിച്ച് ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് അനുവദിക്കപ്പെട്ട സംഗതികൾ പോലും അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്ന കാര്യങ്ങൾ പോലും നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. അപ്പോൾ പിന്നെ ഹറാമിന്റെ കണക്ക് പറയേണ്ടി വരുന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതില്ല. നമുക്ക് കഴിക്കൽ അനുവദനീയമായതും അനുഭവിക്കൽ അനുവദനീയമായതുമായ സുഖസൗകര്യങ്ങളെ സംബന്ധിച്ച് പോലും മരണാനന്തര ജീവിതത്തിൽ റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരുമെന്നാണല്ലോ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തു തക്കാസുർ അൽഹാക്കുമുത് തക്കാസുർ എന്നാരംഭിക്കുന്ന അധ്യായം, അതിന്റെ അവസാന ഭാഗത്ത് മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മനഃപ്പാഠമുള്ള ആയത്താണല്ലോ ثم لتسألن يومئذ عن النعيم.
പിന്നീട് ലതുസ്അലുന്ന, തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ലതുസ്അലുന്ന എന്ന പ്രയോഗം തന്നെ ശക്തമായ ജനഗ്രാഹുവിന്റെ ഭാഷയാണ്. തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമൈദിൻ, അന്നേ ദിവസം, അനിൽ നഈം, സർവസുഖങ്ങളെ സംബന്ധിച്ചും. ഈ അനുഭവിച്ച ഹറാമിനെ സംബന്ധിച്ചല്ല, ഹറാമ് ചെയ്തതിനെ സംബന്ധിച്ചല്ല, അള്ളാഹു നിനക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചു തന്നിട്ടുള്ള ഹലാലായ സംഗതികൾ, ആ സുഖ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ, ഇതൊക്കെ നീ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹ് തന്നിട്ടുള്ള എല്ലാ നിഅമത്തിനെ സംബന്ധിച്ചും അവൻ തീർച്ചയായും നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ വചനത്തിന്റെ തഫ്സീറിൽ എല്ലാ മുഫസ്സിറുകളും രേഖപ്പെടുത്തിയ വളരെയേറെ ഹൃദയസ്പൃക്കായ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നബി പുറത്തിറങ്ങി ഇങ്ങനെ നടന്നുമ്പോ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നു, മാ അഖ്റജക മിൻ ബൈതിക യാ അബൂബക്കർ. അബൂബക്കറെ, എന്താ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിങ്ങനെ നടക്കുന്നത്, എന്താ ഒരു വിഷമം പോലെ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ഇപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് വിശപ്പാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും പ്രവാചകൻ കാണുന്നു. എന്തേ ഉമറെ ഈ സമയത്ത് പുറത്ത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കും ഇത് തന്നെയാണ്. വിശപ്പ് കാരണം പുറത്തിറങ്ങിയിരിക്കുന്നു. ഈ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ മൂന്നാളുകൾ, ഒന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ ലോകത്തുള്ള ഔലിയാക്കളുടെ രാജാവ്, സ്വർഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനുഭാവൻ. രണ്ടാമത്തെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹത്വത്തിൽ ഒട്ടും കുറവില്ല. മൂന്നാളുകൾ വിശപ്പ് കാരണമായി പുറത്തിറങ്ങിയിരിക്കുന്നു. അങ്ങനെ അവർ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു അൻസാരിയായ ഒരു സഹാബി അവർക്ക് നല്ല രൂപത്തിൽ ഭക്ഷണം നൽകുകയാണ്. ഇനിയും ഈ സഹാബിമാരും കൂടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ നിന്നവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകപ്പെടുന്നു. ആ ഭക്ഷണം കഴിച്ചവിടുന്ന് പാല് കുടിച്ചു, ഈത്തപ്പഴം കഴിച്ചു, മാംസം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലായി രണ്ട് സഹാബിമാരോടും പറയുന്നു, ലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമ. അബൂബക്കറെ, ഉമറെ, അന്ത്യനാളിൽ നമ്മൾ ഇതിന് കണക്ക് പറയണം. ഈ അനുഭവിച്ച അനുഗ്രഹത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളോട് ചോദിക്കും കേട്ടോ. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂഅ്, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയത് വിശപ്പാണ്. ഇപ്പൊ ഫലം തർജിഉ ഹത്താ അസബതും ഹാദാ, ഇപ്പൊ നിറഞ്ഞ വയറുമായിട്ടാണ് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് പോകുന്നത്. ഇപ്പൊ ഈ അനുഗ്രഹം ആസ്വദിച്ച് വിശപ്പ് മാറിയിട്ടാണ് നമ്മൾ മടങ്ങി പോകുന്നത്. അതുകൊണ്ട് അല്ലാഹു എല്ലാ നിഅമത്തിനെ സംബന്ധിച്ചും ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ചോദിക്കുന്നവര് നിഅമത്തിൽ പെട്ടത് തന്നെയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ അനുവദിക്കപ്പെട്ടൊരു സംഗതി, വിശപ്പ് കാരണത്താൽ ഒരാൾ നൽകിയ ഭക്ഷണം കഴിച്ചപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ആ മഹാന്മാർ ഓർക്കുന്നത്. നാളെ ഇതിനും അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളോട് ചോദ്യമുണ്ട്. നാം അനുഭവിച്ച ഓരോ നിഅമത്തിനെ സംബന്ധിച്ചും ചോദിക്കപ്പെടുന്നതാണ്. അത്ര സൂക്ഷ്മതയോടുകൂടി അല്ലാഹുവിന്റെ റസൂലും സഹാബിമാരും ജീവിച്ചിട്ടുണ്ട്. ആ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച പ്രവാചകന്റെ ജീവിതത്തിൽ അവിടുന്ന് ആരുടെയെങ്കിലും അന്യായമായി ഒരു മുതൽ അപഹരിച്ചിട്ടില്ല. തനിക്കർഹതപ്പെടാത്ത ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിൽ നിന്ന് വാങ്ങിയിട്ടില്ല. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചു പോലും ആ കാലഘട്ടത്തിൽ കപടവിശ്വാസികൾ ചിലതൊക്കെ പറയാൻ തുടങ്ങി. നമുക്ക് കാണാം, വഹദീസത്തിന്റെ ഗതി ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആ വഹദ് യുദ്ധക്കളത്തിൽ ശത്രുക്കൾ വിട്ടേച്ചുപോയ, ഓടിപ്പോയ അവരുടെ സമ്പത്ത് വാരിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു സഹാബിമാർ. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
50ഓളം ഇല്ലാതെ വീരന്മാരെ, അസ്ത്രമെയ്യുന്നതിൽ വിദഗ്ധരായിരുന്ന പോരാളികളെ ഉഹദിന്റെ മലയുടെ മുകളിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും നിങ്ങൾ പടക്കളത്തിൽ ഇറങ്ങിപ്പോകരുത്. യുദ്ധത്തിന്റെ ഗതി എന്തായാലും നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. എന്നാൽ യുദ്ധഗതി മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാകുന്ന കാഴ്ച ഇവർ കാണുകയാണ് മലമുകളിൽ എന്ന്. തന്നെയുമല്ല, മുസ്ലിമീങ്ങൾ ഇങ്ങനെ ശത്രുക്കൾ വിട്ടേച്ചു പോയ മുതലുകൾ, വിലക്കൂടിയ വിലപ്പെട്ടതും അല്ലാത്തതുമൊക്കെയായ സമ്പത്തുക്കൾ വാരിക്കൂട്ടുകയാണ്. ഈ രംഗം മലമുകളിൽ നിന്ന് കാണുന്ന സഹാബിമാരിൽ ചിലർക്ക് സഹിച്ചില്ല. അവര് പറഞ്ഞു, അവര് മനസ്സിലാക്കി, എന്ത് ഇതാ വിലപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മളെത്തുമ്പോഴേക്ക് പലരും തട്ടിയെടുക്കും. നമ്മളിതൊക്കെ കഴിഞ്ഞ അവസാനം എത്തുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്നത് ചെലവായിരിക്കും. അതുകൊണ്ട് നല്ല നല്ല സാധനങ്ങളൊക്കെ നബിയും സഹാബിമാരൊക്കെ ചിലപ്പോൾ പലരും കൈക്കലാക്കിയെന്ന് വരുന്നതുകൊണ്ട് നമ്മളും ഇറങ്ങിയ എന്നാലേ നമുക്കും കിട്ടൂ എന്ന ചിന്തയോടുകൂടി അവരിറങ്ങി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. എല്ലാ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വമാ കാന ലിനബിയ്യിൻ അൻ യഗുല്ല, ഒരു നബിയും ഒരു സ്വത്തും അന്യായമായി വഞ്ചിച്ചെടുക്കാമതല്ല, വഞ്ചിച്ചെടുക്കുകയുമില്ല. ആരെങ്കിലും ആരെങ്കിലും ആരുടെയെങ്കിലും ധനത്തെ അന്യായമായി വഞ്ചിച്ചെടുക്കുകയാണെങ്കിൽ അവൻ വഞ്ചിച്ചെടുത്ത മുതലമായി കൊണ്ട് ഖിയാമത്ത് നാളിൽ അവൻ വരുന്നതാണ്. പിന്നീട് ഓരോ ആത്മാവുകൾക്കും ഓരോ ശരീരത്തിനും അതെന്താണ് സമ്പാദിച്ചിട്ടുള്ളതെങ്കിൽ അത് അല്ലാഹു പൂർത്തിയായി എവിടെ വെച്ച് നൽകുന്നതാണ്. ഒരു നിലക്കും ഒരു അടിമയോടും അല്ലാഹു ഒരു തരിമ്പും അനീതി കാണിക്കുന്നതല്ല. സൂറത്ത് ആലി ഇമ്രാന്റെ 161 ഈ വചനം അവതരിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം അതായിരുന്നു എന്ന് മുഫസ്സിരീങ്ങളിൽ ചിലർ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹുവിന്റെ റസൂല് ഉഹദ് യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തിൽ മുന്തിയതൊക്കെ നബി തട്ടിയെടുക്കുമെന്ന് ചിലർക്ക് തോന്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സംഭവിക്കില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അങ്ങനെ സംശയിക്കാനേ പാടില്ല. ഗൗരവത്തോടുകൂടി ആയത്തിറക്കി. ഇനി ഇതേ ആയത്തിന്റെ തന്നെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാരണം കാണാം. അതെന്താണ്? ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിലപ്പെട്ട പല ഗനീമത്തുകളും ശത്രുക്കളിൽ നിന്ന് ലഭിച്ചു. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ഒരു ചുവന്ന വസ്ത്രം അത് ഗനീമത്ത് സ്വത്തുക്കൾക്കിടയിൽ കാണാതായപ്പോ കപടവിശ്വാസികൾ മദീനയിൽ മുഴുവൻ പ്രചരിക്കാൻ തുടങ്ങിയത് വില കൂടിയ ആ വസ്ത്രം മുഹമ്മദ് എടുത്തിട്ടുണ്ടാകും, വില കൂടിയ ആ വസ്ത്രം മുഹമ്മദ് കൈക്കലാക്കിയിട്ടുണ്ടാകും. ഈ അവസരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഓ ജനങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരാളുടെ മുതൽ കട്ടെടുക്കുന്നയാളല്ല, തനിക്ക് ഒരിക്കലും അവകാശമില്ലാത്തത് തട്ടിയെടുക്കുന്ന വ്യക്തിത്വമല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ആര് ചെയ്താലും നാളെ പരലോകത്തതിന്റെ ഗൗരവതരമായ ശിക്ഷയാണ്. അതാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവം പറയുന്നു. ആരെങ്കിലും വല്ല മുതലും അനർഹമായത് വഞ്ചിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അഞ്ചനാളില്ല വഞ്ചിച്ചെടുത്ത മുതലമായി കൊണ്ടാണ് അവൻ മഹ്ശറിൽ ഹാജരാക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അത് വിശദമായി പറഞ്ഞു. നാം വളരെ ഗൗരവത്തോടുകൂടി ഓർക്കുക, പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നവരാണ് നമ്മൾ. ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവർ, ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവർ, സൂപ്പർ മാർക്കറ്റുകളിൽ, അതേപോലെ തന്നെ വിവിധമായ മേഖലകളിൽ, തൊഴിൽശാലകളിൽ, കമ്പനികളിൽ, സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പല മേഖലകളിൽ നമ്മുടേതായ പ്രവർത്തന മേഖലകൾ വിശാലമാണ്. പൊതുമുതൽ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മുടേതായ ഉപയോഗത്തിന്റേതായ വസ്തുക്കളിലേക്ക് നമുക്ക് അനുവദിക്കപ്പെടാത്തത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമുക്ക് അർഹതപ്പെടാത്തത് നമ്മൾ എടുക്കുന്നുണ്ടോ? നമുക്ക് അർഹതപ്പെടാത്തത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഈ ചിന്ത വളരെ ഗൗരവത്തോടുകൂടി വേണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോളൂ. സ്വഹാബിമാര് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുതല് കത്തെടുക്കുന്നതിനെ സംബന്ധിച്ച്, ആരാന്റെ മുതല് വഞ്ചിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച്, തനിക്ക് അർഹതപ്പെടാത്തത് താൻ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്.
അതിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ലാ അൽഫയന്ന അഹദകും യസീഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി ബഈറുൻ ലഹു റുഗാഉൻ. നിങ്ങളിൽ ഒരാളെയും പരലോകത്ത് വെച്ച് ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ, നിങ്ങളിൽ ഒരാളെയും മറ്റൊരിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടാൻ ഇടവരരുതേ. ഏത് നിലയ്ക്ക് അലാ റഖബതിഹി, അവന്റെ പെരടിയിലുണ്ടായിരിക്കുന്നതാണ് ബഈറുൻ ലഹു റുഗാഉ, അമറിക്കൊണ്ടിരിക്കുന്ന ഒട്ടകത്തെയും വഹിച്ചുകൊണ്ട് മറ്റൊരിൽ നിങ്ങൾ ഒരാൾ വരുന്ന രംഗം ഞാൻ കാണാതിരിക്കട്ടെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നു, അങ്ങനെ എന്നെ അവിടെ വെച്ച് കാണുമ്പോ ഈ ഒട്ടകത്തെയും ഏറ്റിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടകത്തെയും ചുമലിലേറ്റിക്കൊണ്ട് വരുന്ന ഈ മനുഷ്യൻ എന്നെ കാണുമ്പോ അവിടെ വെച്ച് പറയും, യാ റസൂലല്ലാഹ് നബിയെ എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ എന്ന് എന്നോട് പറയുമ്പോ അപ്പൊ ഞാൻ അവിടെ വെച്ച് പറയും, ലാ അംലികു ലക ശൈആ, നിനക്ക് ഒന്നും നേടിത്തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് അബലവതുക, ഞാൻ നിനക്ക് ഈ സത്യം മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ നിന്നെ സഹായിക്കാനോ രക്ഷിക്കാനോ എനിക്ക് കഴിയില്ല. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഹദകും യജീഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി ഫറസുൻ ലഹു ഹമ്മമത്തുൻ, പ്രത്യേകമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന കുതിരയെ കഴുത്തിലേറ്റിക്കൊണ്ട് വരുന്നവരുണ്ട്. അതേപോലെ തന്നെ ആടിനെയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആടിനെ ചുമലിലേറ്റിക്കൊണ്ട് വരുന്നവരുണ്ട്. അതേപോലെ തന്നെ അലാ റഖബതിഹി നഫ്സുൻ ലഹാ ഖിയാഹുൻ, ജീവനുള്ള മറ്റേതൊക്കെയോ വസ്തുക്കളുടെ രൂപത്തിൽ ചുമലിലേറ്റിക്കൊണ്ട് ആ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ ജീവികൾ അവരുടെ ചുമലിൽ തന്നെയാണ്. ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ടാകും. അതേപോലെ തന്നെ കിടച്ചുകൊണ്ടിരിക്കുന്ന പാറിക്കൊണ്ടിരിക്കുന്ന ചില തുണിക്കഷ്ണങ്ങൾ അവന്റെ പെരടിയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ രൂപത്തിൽ വരുന്ന ആളുകളുമുണ്ടാകും. അതേപോലെ തന്നെ ഒന്നും മിണ്ടാത്ത ചില അലേഖന വസ്തുക്കളെ ചുമരിലേറ്റിക്കൊണ്ട് പെരടിയിലേറ്റിക്കൊണ്ട് നടക്കുന്നവരുമുണ്ട് അവിടെ മസ്തരിൽ. അങ്ങനെ ആ മനുഷ്യനും എന്നോട് സഹായിക്കാൻ പറയും. ഞാൻ പറയും, എനിക്ക് നിങ്ങളെ ഇപ്പോൾ സഹായിക്കാൻ സാധ്യമല്ല, ഞാൻ നിങ്ങൾക്ക് ഈ സത്യം എത്തിച്ചു തന്നിട്ടുണ്ടല്ലോ. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറയുന്നു, അതാ കുല്ലുഹു ദലീലുൻ അലാ തഅദീമിൽ ഉലൂലി വ തഅദീമിൽ ദംബി ഫീഹി. ഏതൊരു വസ്തുവാണോ മനുഷ്യൻ ഈ ലോകത്തെ വെച്ച് അനർഹമായത് സമ്പാദിച്ചിട്ടുള്ളതെങ്കിൽ ആ സമ്പാദ്യത്തിന്റെ മുതലുമായി കൊണ്ട് അത് ചുമരിലേറ്റിക്കൊണ്ട് മറ്റൊരിൽ വശലാക്കപ്പെടുന്ന നിലക്കാണ് അവൻ ചുറ്റിക്കറങ്ങപ്പെടുക. കുതിരയെ മോഷ്ടിച്ചവന്റെ പുറത്ത് കുതിരയുണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ വസ്തുവാണോ നീ മോഷ്ടിച്ചെടുത്തതെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിനക്ക് അനുവദിക്കപ്പെടാത്തതിന് എന്തെങ്കിലും ഒന്ന് മോഷ്ടിച്ചെടുത്തിട്ടുണ്ടോ? നിനക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വല്ല വസ്തുവും നീ പോക്കറ്റിലാക്കിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു വസ്തു നിനക്ക് അനുവദിക്കപ്പെടാത്തത് നീ ഉപയോഗിച്ചിട്ടുണ്ടോ? നിന്റെ മുതലാളിക്ക് ഇഷ്ടമല്ല നീ ഫോൺ ചെയ്യുന്നത്. നിന്റെ ഫോൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മൊബൈലിലേക്ക് ഫോൺ ചെയ്താലും അതേപോലെ തന്നെ പുറത്തേക്ക് ഫോൺ ചെയ്താലും ഫോണിന് ബില്ല് വരുമെന്ന് വിട അറിയാത്തവരാരാണ്? അതുകൊണ്ട് സ്ഥാപനങ്ങളിലെ അത്തരത്തിലുള്ള സ്വകാര്യ സ്വത്തല്ലാത്ത തന്റെ മുതലാളിയുടേതായ ഫോൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ നിലയ്ക്ക് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ടോ? അവിടെയുള്ള സ്റ്റേഷനറി സാധനങ്ങൾ നിനക്ക് ഉപയോഗിക്കാനോ എടുക്കാനോ പാടുള്ളതല്ലെന്ന് അറിഞ്ഞിട്ടുകൂടി നീ അത് എടുക്കാറുണ്ടോ? നീ അത് ഉപയോഗിക്കാറുണ്ടോ? നീ അത് അനുഭവിക്കാറുണ്ടോ? ഇങ്ങനെ സുഹൃത്തുക്കളെ, നാം നിസ്സാരമായി പലപ്പോഴും കാണാറുള്ള ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഏത് ഉപയോഗ വസ്തുക്കളാണെങ്കിലും നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്കത് അനുവദിക്കപ്പെട്ടതാണോ, തനിക്കത് ഉപയോഗിക്കൽ അനുവദിക്കപ്പെട്ടതാണോ എന്നൊരു 100 ആവർത്തി ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏത് വസ്തുവിനെയാണ് നീ വഞ്ചിച്ചെടുത്തതെങ്കിൽ ആ വസ്തുവുമായി കൊണ്ടായിരിക്കും നീ മഹ്ശറിൽ വശലാക്കപ്പെടുന്നത്. ആരെങ്കിലും വല്ല വസ്തുവും അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ
അവൻ നാളെ പരലോകത്ത് വരുന്നതാണ്. ബിമാ വല്ല, അവൻ വഞ്ചിച്ചെടുത്ത സാധനവുമായി കൊണ്ടവൻ പരലോകത്ത് വരും. അത് ചെറിയ വസ്തുവാണെങ്കിലും വലിയ വസ്തുവാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നറിയിപ്പ് വളരെ ഗൗരവമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പൊതുജീവിതവുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾ, പൊതുസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ, അതേപോലെ തന്നെ പല മേഖലകളിലും ബന്ധപ്പെടുന്നവരാണ് നമ്മൾ. നമുക്ക് അർഹതപ്പെടാത്തൊരു സാധനം ഉപയോഗിച്ചുകൂടാ. എന്നാൽ പിന്നെ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒന്നും ഉപയോഗിച്ചുകൂടാനാണോ? ഉപയോഗിക്കാം, പക്ഷേ നാം ഉപയോഗിക്കുന്നത് നമുക്ക് അനുവദനീയമാണോ എന്ന് ഉറപ്പുവരുത്തണം. അത് അനുവദനീയമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഉപയോഗിച്ചോളൂ. പക്ഷേ അത് അനുവദനീയമാണോ അല്ലേ എന്നറിയാതെ അത് പലപ്പോഴും ഉപയോഗപ്പെടുത്തുമ്പോൾ മുതലാളി കാണുന്നുണ്ടോ ഇല്ലേ എന്നൊരു മനസ്സിനൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നു, തനിക്കത് അനുവദനീയമല്ലല്ലോ. അപ്പൊ ജീവിതത്തിൽ സുഹൃത്തുക്കളെ അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ്. പൊതുവായ വസ്തുക്കൾ നാം ഒന്നും തന്നെ പലപ്പോഴും എത്രയോ ആളുകളെ സംബന്ധിച്ച് പരാതി പറയാറുണ്ട്. പല ആളുകളെ സംബന്ധിച്ചും പറയാറുണ്ട്, പൊതുമുതൽ ഉപയോഗിക്കുന്നതിന് യാതൊരു കണിശതയുമില്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, തെക്കും ലഗാനുമില്ലാതെ പൊതുമുതൽ ഉപയോഗപ്പെടുത്തുന്നു. ഏത് സ്വത്താണെങ്കിലും നമുക്ക് അർഹതപ്പെടാത്തതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കൽ അനുവദിക്കപ്പെട്ടതാ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കണം, ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സ്ഥാപനമല്ലേ, എനിക്കതൊക്കെ ഉപയോഗിക്കാമല്ലോ. ഉപയോഗിക്കാം, വിരോധമില്ല, പക്ഷേ അനുമതി വാങ്ങുക, അത് അനുവദിക്കപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ നമുക്ക് നാളെ മറ്റൊരുള്ളത് കൊണ്ട് ഉപദ്രവമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നടന്നൊരു സംഭവം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖിദ്മത്ത് ചെയ്തിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വത്തുക്കളും ചരക്കുകളുമൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു സഹാബി, അദ്ദേഹം മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ് എന്ന് പറയാം. റസൂൽ പറയാൻ അയാൾ നരകത്തിലാണ്. സഹാബിമാർക്കൊക്കെ അത്ഭുതം, എന്താ നബി ഇയാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ആ ഹദീസിൽ കാണാം, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഫദഹബൂ യൻദുറൂന ഇലൈഹി, സഹാബിമാർ ഇയാളുടെ മരണശേഷം ഇയാളുടെ സ്വത്ത് പരിശോധിച്ച് നോക്കുമ്പോ ഇയാളുടേതായ സാധന സാമഗ്രികളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പൊതുമുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു നല്ല ഒരു പുതപ്പ് ഈ മനുഷ്യൻ അടിച്ചു മാറ്റിയിരിക്കുന്നു. മൂപ്പര സ്വത്തിന്റെ കൂട്ടത്തിൽ ഒരു പൊതുമുതലിൽ ഉപയോഗിക്കുന്ന പുതപ്പ് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണത്താൽ പറയാണ്, ഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ്. എത്ര ഗുരുതരമാണ് സുഹൃത്തുക്കളെ! നമുക്ക് അർഹതപ്പെടാത്തൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അനുമതി വാങ്ങുക, അതെനിക്ക് അർഹതപ്പെട്ടതാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഏതാണെങ്കിലും, നേരത്തെ പറഞ്ഞില്ലേ, ശബ്ദമൊന്നുമില്ലാത്ത ചില വസ്തുക്കൾ ചുമലിലേക്ക് വരും. ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ വ്യാഖ്യാനം കൊടുക്കുന്നു, അയ്യദ്ദഹബി വൽ ഫിദ്ദ, അത് സ്വർണമാവാം, വെള്ളിയാവാം, ധനത്തിന്റെ ഇനങ്ങളിൽ നിന്ന് നീ അപഹരിച്ചെടുത്ത കട്ടെടുത്ത ഏത് മുതലുമാകാം. ഇതിനൊക്കെ അർഹതപ്പെടാത്ത നീ ഏതടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും അത് അല്ലാഹുവിന്റെ കോടതിയിൽ കണക്കുണ്ട്. അതിനാൽ കാര്യം വളരെ ഗുരുതരമാണ്. ജീവിതത്തിൽ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഇടയ്ക്ക് പലപ്പോഴും നിസ്സാരമായി നാം കാണുന്ന അനാവശ്യമായി ഫോണുകൾ ഉപയോഗപ്പെടുത്തൽ വരെ, ദുരുപയോഗപ്പെടുത്തൽ വരെ, സ്റ്റേഷനറി സാധനങ്ങൾ വരെ, തന്റേതായ സ്വകാര്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വരെ എല്ലാം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഇത് തനിക്ക് അനുവദിക്കപ്പെട്ടതാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. അത് നമ്മുടെ പരലോകത്തിന്റെ നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ആരെങ്കിലും അങ്ങനെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി അവൻ പരലോകത്ത് വരും. സുമ്മത്തു വഫാ കുല്ലു നഫ്സിൻ മാ കസബത്. പിന്നെ ഓരോ ശരീരത്തിനും അതെന്താണ് സമ്പാദിച്ചിട്ടുള്ളതെങ്കിൽ അള്ളാഹു പൂർത്തിയായി അങ്ങ് നൽകുന്നതാണ്. ഒരു ചിലക്കും അള്ളാഹു ഒരാളോടും ദ്രോഹമോ അനീതിയോ അക്രമമോ കാണിക്കുന്നതല്ല. അത് നന്മക്ക് കൃത്യമായ പ്രതിഫലം, തിന്മക്ക് കൃത്യമായ ശിക്ഷ, അത് നൽകപ്പെടുന്ന ആ ലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ സൂക്ഷ്മതയുള്ളവരായി തീരാൻ പരമാവധി പരിശ്രമിക്കുകയും അങ്ങനെ തന്നെ എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ തൗഫീക്ക് തരണേ എന്ന് സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകും. അൽഹംദുലില്ലാഹ്
والصلاة والسلام على رسول الله وعلى آله وأصحابه المجاهدين في سبيل الله أما بعد فاتقوا الله عباد الله. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനൂ ദഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം. നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും മുഴുകണം, പൂർണ്ണമായും ഇസ്ലാമിലേക്ക് കടക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റേതായ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇസ്ലാമികമായ പൂർണ്ണമായ ജീവിതം നയിക്കുന്നതിന് നമ്മെ തടസ്സപ്പെടുത്തുന്ന ശക്തിയാണ് പിശാച്. ആ പിശാചിന്റെ ദുർബോധനങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നതിന് മനുഷ്യനെ അവൻ തടസ്സപ്പെടുത്തുകയാണ്. നമ്മിൽ പലരിലും കാണുന്ന ഒരു സ്വഭാവമാണ് ഇസ്ലാമിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമില്ലാതെ ജൂതക്രൈസ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കാനുള്ള കാരണം പറയുന്നുണ്ട്. അവരോട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ. വേദഗ്രന്ഥത്തിലെ ചിലതിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, വേദഗ്രന്ഥത്തിലെ ചിലതിനെ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നു. അവരവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുകയും അവരവർക്ക് ഇഷ്ടമില്ലാത്തതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ജൂതക്രൈസ്തവരിൽ നല്ലൊരു വിഭാഗത്തിന് ഉണ്ടായതുകൊണ്ട് അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും അവർ വിധേയരായി. ആ സ്വഭാവം മുസ്ലിമീങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർക്കെതിരെ അതല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുമുണ്ട്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അവാനിലുള്ള സ്വഭാവങ്ങൾ അവരുടേതാണ്. ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിയുന്നത്ര ഹറാമുകൾ നാം കഴിയുന്നത്ര എല്ലാ നിലക്കും ഒഴിവാക്കണം. സൂക്ഷ്മതയുള്ള ഒരു ജീവിതം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ചാണ് എനിക്ക് പറയാൻ. പലതവണയായി പല അവസരങ്ങളിലായി സൂചനകൾ പറയാറുണ്ട്. ഇസ്ലാമികമായി വളരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്, ഇസ്ലാമിൽ സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണ്. മിസ്മാറിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ പ്രയോഗം മിസ്മാർ ശൈത്താൻ എന്നാണ്, പൈശാചികം എന്നാണ് ഇതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മദ്യം നാം വെറുക്കുന്നു, വേശ്യാവൃത്തിയും വ്യഭിചാരത്തെയും നാം വെറുക്കുന്നു. ആ രണ്ട് കാര്യങ്ങളുമായി കൊണ്ട് തുടർന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സംഗീതോപകരണങ്ങളെ എണ്ണിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ഗുരുതരമാണ്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് പലവരും നിങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിലുള്ള വിഭാഗം ആളുകൾ വരാനിരിക്കുന്നു, അവർ വ്യഭിചാരത്തിന് മറ്റു ചില പേരിട്ടുകൊണ്ട് അത് അനുവദനീയമാണെന്ന് ഫത്വയിറക്കും. അതുപോലെ തന്നെ മദ്യത്തിനും ലഹരിക്കുമൊക്കെ പല പേരുകൾ നൽകിക്കൊണ്ട് അതൊക്കെ അനുവദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനെ മദ്യത്തോടും വ്യഭിചാരത്തോടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പിന്നെ എന്നുള്ളത് ഒരു മആസിഫായെന്നാണ്. ആർക്കും ഒരു സംശയവും വേണ്ടതില്ല മആസിഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നത്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബുഖാരി ഇമാമിന്റെ ആ ഹദീസിന്റെ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ പരിശോധിച്ചു നോക്കൂ. വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംഗീതോപകരണങ്ങളും അതിൽപ്പെട്ടു കഴിഞ്ഞു. പാടില്ല എന്നാണ്. ഇതൊക്കെ അറിയാവുന്ന മുസ്ലിമീങ്ങളുടെ ഫോണുകളിൽ അവർ സംഗീതം ആസ്വദിക്കുകയാണ്. വൈവിധ്യമാർന്ന ഭാഷകളിലുള്ള സിനിമാ ഗാനങ്ങളുടെ മ്യൂസിക്കുകളാണ് നമ്മുടെ ഫോണുകളിൽ നിന്ന് നിലനിൽക്കുന്നത്. ഫോണടിച്ചാൽ വരുന്നത് ആ ശബ്ദമാണ്. നമസ്കരിക്കുന്ന ആളുകൾക്ക് പോലും അലോചനമുണ്ടാക്കാൻ വേണ്ടി ഇബ്ലീസ് അത് പള്ളികളിലെത്തുമ്പോൾ ഓഫ് ചെയ്യാൻ പോലും മറപ്പിക്കുന്നു. ശൈത്താനത് മറപ്പിക്കുകയാണ്. കാരണം ശൈത്താൻ സന്തോഷിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ പടച്ചവന് വെറുപ്പുള്ള സംഗീതം മുഴങ്ങണം.
ഈ പള്ളിയിലല്ല, പുറത്താണെങ്കിലും പാടില്ല, എവിടെയാണെങ്കിലും പാടില്ല. ഈ ഉള്ളവന്റെ കടമ നിർവഹിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് എന്ന് ഈ ഉള്ളവെന്ന് പറയാനും നിങ്ങളത് കേട്ടിട്ടുണ്ട് എന്നുള്ളതിന് നിങ്ങളും സാക്ഷികളാണ്. നമുക്കത് വേണ്ട സുഹൃത്തുക്കളെ, നമുക്കത് വേണ്ട. നമ്മുടെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമുക്കെന്തിന്? നമ്മുടെ നേതാവ് വെറുപ്പൊരു സംഗതി നമുക്ക് എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂൽ മദ്യം പോലെ, വ്യഭിചാരം പോലെ എത്ര വെറുക്കുന്നു നമ്മൾ കള്ളിനെയും വ്യഭിചാരത്തെയും. അതേപോലെ തന്നെ പ്രവാചകൻ മൂന്നാമതായി മനാസിബ് എണ്ണുമ്പോൾ എങ്ങനെ നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നു? ഇതാ പാട്ടും വെച്ചവന് ഫോൺ വരുമ്പോ ഫോൺ അടിച്ചു എന്ന് അറിഞ്ഞാൽ പോലും അവരെടുക്കാൻ മതിയ, കുറച്ചൊന്ന് കേട്ട് ആസ്വദിച്ചിട്ട് എടുക്കുള്ളൂ. കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ഫോണൊന്ന് കുറച്ചു നേരം കേട്ടിട്ടേ അവൻ എടുക്കൂ. ഫോൺ വന്നു എന്ന് അറിഞ്ഞാലും എടുക്കൂല. എന്നിങ്ങനെ നോക്കി നോക്കൂ, എന്താ ഈ പാട്ടൊന്ന് കേൾക്കാനാ? അതവന്റെ മനസ്സിൽ ഗൂഢമൂലമായി കഴിഞ്ഞു. ഒഴിവാക്കുക സുഹൃത്തുക്കളെ നമുക്ക്. ഇല്ല, നമ്മളൊക്കെ അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ആരാണ് ഒഴിവാക്കി? നമ്മൾ ഈ പള്ളിയിൽ വന്നു കൂടിയിരിക്കുന്നതിനാണ് അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ടല്ലേ, വേറൊരു പണിയില്ലാഞ്ഞിട്ടല്ലോ. നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതെന്തിനാണ്? അള്ളാഹിന്റെ പൊരുത്തം കിട്ടണം, പരലോകത്തെ എന്തെങ്കിലും രക്ഷപ്പെടണം. ആ അള്ളയാണ് നമ്മളോട് പറയുന്നത്, ആ അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഇതൊക്കെ അനുവദനീയമാണെന്ന് പറയുന്ന കാര്യങ്ങളുണ്ടാകും. പക്ഷേ അവഗണിക്കുക നമ്മൾ, നമുക്കത് അനുവദനീയമല്ല. അതേപോലെ തന്നെ കാശ് കൊടുത്തുകൊണ്ട് ഇതുവരെ നമ്മൾ സ്വയം കേട്ടു, ഇപ്പൊ മറ്റുള്ളവനെ കേൾപ്പിക്കുക. ഇപ്പൊ മറ്റുള്ളവനെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ എന്റെ ഫോണിലേക്ക് ഫോൺ ചെയ്താൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഞാൻ ഈ അശ്ലീല ചുവയുള്ളതും അല്ലാത്തതുമായ ഗാനങ്ങളും സംഗീതങ്ങളും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഞാനതിന് മാസാന്തം ബില്ലടക്കുകയാണ്. ഈ തോന്നിവാസം നമുക്ക് അവസാനിപ്പിക്കാനായിട്ടില്ലേ? ഈ തോന്നിവാസം മുവഹിദുകൾക്കെങ്കിലും അവസാനിപ്പിച്ചുകൂടെ? മുജാഹിദുകളെന്ന് പറയുന്ന ആളുകളില്ലേ, ഇസ്ലാഹികളെന്ന് പറയുന്ന ആളുകളില്ലേ, സലഫികളാണ് ഞങ്ങളെന്ന് പറയുന്ന ആളുകളില്ലേ, വിദഅത്തുകളോടും അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും വിടപറഞ്ഞവരാണെന്ന് പറയുന്നവർക്കെങ്കിലും ഇത് ഒഴിവാക്കാനായിട്ടില്ലേ? സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീനിൽ നമുക്ക് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും ഒരുപക്ഷെ ഇന്ന് നിന്റെ സഹോദരൻ വിളിക്കുന്നത് നിന്റെ ബാപ്പ മരിച്ചു എന്ന് പറയാനായിരിക്കും. ഈ കേൾപ്പിക്കുന്നത് ഫാത്തിമ എന്ന് വിളിയുള്ള പാട്ടാണ്. അയാൾ അത് കേട്ടിട്ടാണ് പിന്നെ നിന്നോട് പറയുന്നത്, സുഹൃത്തിന്റെ ബാപ്പ മരിച്ചിരിക്കുന്നു, നിന്റെ പെങ്ങൾ മരിച്ചിരിക്കുന്നു. നിന്റെ ഉച്ചവരുടെയും ഉടയവരുടെയും ഒരുപക്ഷെ ആക്സിഡന്റുകളോ മരണവാർത്തകളോ നിന്നെ അറിയിക്കാനായിരിക്കും ആ പാവപ്പെട്ട മനുഷ്യൻ നിന്നെ വിളിക്കുന്നത്. ആ മനുഷ്യന്റെ കാവിലേക്ക് നീ ഹറാമായി പാട്ട് കേൾപ്പിക്കുകയല്ലേ കുറച്ചു സമയത്തേക്ക്? ഇത് അനുവദിക്കപ്പെട്ട സംഗതിയാണോ? എന്റെ മുസ്ലിമീങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഉണരാത്തത് ഒരുപക്ഷെ തീവ്രവാദമായി പലരും വിശേഷിപ്പിച്ചേക്കും. പക്ഷേ ഞാൻ എന്റെ കൈ കഴുകുകയാണ്. ഇത് അല്ലാഹുവിന്റെ കോടതിയിൽ അനുവദിക്കപ്പെടുമെന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? ആർക്കാണ് സുഹൃത്തുക്കളെ നാളെ പരലോകത്ത് വെച്ച് അതിനെ അനുകരിക്കാനും അത് വക്കാലത്ത് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് ആർക്ക് പറയാൻ സാധിക്കും? ഈ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അവിടെ വെച്ച് കാണാവുന്ന സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണത്. ഇതൊക്കെ അനുവദനീയമാണെന്ന് പറയുന്ന കൂട്ടർ രംഗത്ത് വരും. അങ്ങനെ അനുവദിക്കുന്ന ആളുകളുണ്ടാകും. അത് ഈ കാലത്തുകൊണ്ട്, അത് ഈ കാലത്ത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അത് പറയാതിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അത് പ്രവചിച്ചിട്ടുണ്ട്. അവിടുന്ന് പ്രവചിക്കുന്നതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം പറയാറില്ല. റഹ്മാനായ റബ്ബിന്റെ വഹിയനുസരിച്ച അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അത് സംഭവിക്കും. മഹാഭൂരിപക്ഷം അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് അവർക്ക് ശരിയായിക്കൂടാ എന്ന്. ബഹുഭൂരിപക്ഷ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോ അതിന് മൗലവിമാരുണ്ട്, നേതാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, എല്ലാവരുണ്ട്. അപ്പൊ ആൾക്കാർ വിചാരിക്കേണ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ഇതിനിപ്പോ തകരാറുണ്ടാവില്ല എന്നാണ്. നിങ്ങൾ ഒരാളെയും നോക്കണ്ട, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീന് നോക്കിക്കോ. ദീന് നോക്കിക്കോ സുഹൃത്തുക്കളെ. സ്വന്തം രക്ഷക്കായി പറയുന്നത് ആരും നമുക്ക് നാളെ പരലോകത്ത് നമ്മുടെ കൂട്ടിലില്ല, ഒരു പാർട്ടിക്കാരനുമില്ല, ഒരാളുമില്ല നമ്മെ രക്ഷിക്കാൻ. നാം അല്ലാഹുവിന്റെ കോടതിയിൽ ഒറ്റക്കൊറ്റക്ക് നിന്റെ അമലുകളെ സംബന്ധിച്ച് പരസ്പരനോട് കണക്ക് പറയണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തോന്നിയാസം നമ്മൾ അവസാനിപ്പിക്കുക. നമ്മുടെ ഫോണുകളിൽ അത് വേണ്ട, നമ്മുടെ ഫോണുകളിൽ അത് വേണ്ട. ഫോൺ വന്നു എന്ന് നിനക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള സമ്പ്രദായങ്ങൾ മതി. ചില ആളുകൾ ഖുർആൻ റെക്കോർഡാക്കും, ചില ആളുകൾ ബാങ്കിൽ റെക്കോർഡാക്കും. എനിക്കതിനെ സംബന്ധിച്ചും ഒരു നല്ല അഭിപ്രായം തോന്നുന്നില്ല. പല പണ്ഡിതന്മാരുമായും നമ്മൾ ഇവിടെയുള്ളവരും അല്ലാത്തവരുമായ പണ്ഡിതന്മാരുമായും ആ വിഷയത്തെ സംബന്ധിച്ച് മുശാവറ നടത്തി നോക്കി. നല്ല അഭിപ്രായം പറയുന്നില്ല പണ്ഡിതന്മാർ. അതിനവർ പറയുന്നു, എന്തിനാണ് അതിലത് വെക്കുന്നത്? ഒരുപക്ഷെ ഇവൻ പ്രധാന കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ കക്കൂസിനെറ്റാണ് അല്ല ആയത്താ വരുന്നത്.
ബാങ്ക് വിളിയാ കേൾക്കുന്നത്. മനുഷ്യനല്ലേ ഓഫാക്കാൻ മറക്കൂലേ? അങ്ങനെ സംഭവിക്കൂലേ? ഓഫാക്കണമെന്ന് മുഴുവൻ പള്ളികളിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഓഫാക്കാൻ മറന്നിട്ട് ആ പള്ളിയിൽ കയറുന്നത്. ബാത്റൂമിൽ കയറുമ്പോൾ ഓഫാക്കാൻ മറക്കൂലേ? അവിടെ ഈ ആഴ്ച കേൾപ്പിക്കണോ? ഈ ബാങ്ക് കേൾപ്പിക്കണോ? ചിന്തിക്കുക സുഹൃത്തുക്കളെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. ഒരാളോടും വിദ്വേഷമില്ല. ഈ പറയുന്ന മുഴുവൻ വാചകങ്ങളും അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കത് വേണ്ട. നമുക്ക് ഇതിന് ഇഷ്ടമുള്ള ആ ശബ്ദം നമുക്ക് വേണ്ട. നമ്മുടെ നേതാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, റബ്ബിന് അത് ഇഷ്ടവുമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗീതങ്ങളുമായി ഇവിടെ പറയുക. ഫോണിൽ മാത്രമല്ല, നമ്മുടെ വാഹനങ്ങളിൽ അത് കേൾക്കരുത്. അള്ളാഹു തന്ന അനുഗ്രഹമാണ് നമ്മുടെ വാഹനം. നമ്മുടെ വാഹനങ്ങളിൽ ദയവായി നിങ്ങൾ അത്തരം കാസറ്റുകൾ സൂക്ഷിക്കരുത്. അത്തരം കാസറ്റുകൾ വെച്ചുകൊണ്ട് ഏത് ദീർഘയാത്രയാണെങ്കിലും നിങ്ങൾ ആനന്ദം കണ്ടെത്തരുത്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളത് ഒഴിവാക്കുക. ഒഴിവാക്കാവുന്നത്ര ഒഴിവാക്കുക സുഹൃത്തുക്കളെ. നമ്മുടെ മക്കളെ ആ ഒരു സംസ്കാരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. നമുക്കത് വേണ്ട. റബ്ബ് ഇഷ്ടപ്പെടാത്ത റസൂൽ വെറുത്തിട്ടുള്ള ഒരു സംഗതി എന്തിനാ നമുക്ക്? നമ്മൾ അല്ലാഹുവിന്റെ വചനല്ലേ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഉണരുക. കഴിയുന്നത്ര വത്തഖുല്ലാഹ മസ്തതഅതും. കഴിവിന്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അർഹമർ-റഹീമീനായ തമ്പുരാൻ സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കുറ്റമറ്റതാക്കി തീർക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകും. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ ഒട്ടേറെ അസുഖങ്ങൾ കഴിമപ്പെട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. റഹ്മത്തുള്ളാഹിയായ തമ്പുരാൻ അവർക്കെല്ലാം ശിഫയും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.